ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റേറ്റ് സിലബസിലെ മാത്സിലെ പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ adding 1 to its numerator becomes 1/3 if instead 1 is added to the denominator and then simplified it becomes 1/4. What is the fraction? Okay, ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോഴാണെങ്കിൽ 1/4 ആണ് കിട്ടിയത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പോവാ. ഫ്രാക്ഷൻ എന്താണ് ആദ്യം നോക്കാം. എന്താണ് ഫ്രാക്ഷൻ? A/B ഫോർമാറ്റിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് ഇപ്പൊ 3 ആണെങ്കിൽ ബിയുടെ സ്ഥാനത്ത് 4 ആണെങ്കിൽ ആ ഫ്രാക്ഷൻ എന്താ 3/4 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എ എന്നുള്ള സ്ഥാനത്ത് എത്രയാണെന്ന് അറിയില്ല, ബി എന്നുള്ള സ്ഥാനത്ത് എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഞാനിത് പല മെത്തേഡ് ചെയ്യാം. ആദ്യം ഒരു മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ ഏതാണെന്ന് അറിഞ്ഞുകൂടാ, A/B ഫ്രാക്ഷൻ ഏതാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ രണ്ടാൾക്കാരാണുള്ളത്. ന്യൂമറേറ്റർ അഥവാ അംശവും ഡിനോമിനേറ്റർ അഥവാ ഛേദവും. ഓക്കെ, അത് ഞാൻ കുരുകുരാതെ എഴുതിയ നോക്കണ്ട, അത് ഞാൻ കാണിച്ചുതരാം, ഒന്നുകൂടി കാണിച്ചുതരാം. അപ്പൊ ന്യൂമറേറ്ററിനെ ഞാൻ എക്സ് എന്ന് എടുത്തു, ഡിനോമിനേറ്റർ ഞാൻ വൈ എന്ന് എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ആ ഫ്രാക്ഷൻ എന്ത് എഴുതാം, x/y എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞത് രണ്ട് കണ്ടീഷൻ ഈ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ, a fraction simplified after adding 1 to its numerator. Adding 1 to its numerator. ന്യൂമറേറ്ററിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ആൻസർ 1/3 കിട്ടിയതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ x+1 by y എന്തായി മാറി ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് നമ്മളോട് പറഞ്ഞേക്കുന്നത്, അതിന് പകരം what is added to the denominator, അതായത് x/y ആയിരുന്നു നമ്മുടെ ഫ്രാക്ഷൻ. അതില് 1 ആഡ് ചെയ്തത് ഡിനോമിനേറ്ററിലാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 1/4 ആണ്. ഓക്കെ, ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് രീതി ഉണ്ട്. ഒരെണ്ണം ഞാനിപ്പോ കാണിച്ചതാ. ഇപ്പോ x+1 ഡിവൈഡഡ് ബൈ y, x+1 ഡിവൈഡഡ് ബൈ y ഈക്വൽ ടു 1/3 എന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അടുത്തത് x ഡിവൈഡഡ് ബൈ y+1 ഈക്വൽ ടു 1/4 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ, ഇത് സോൾവ് ചെയ്യാനായിട്ട്, ഇതിപ്പോ ഇങ്ങനെ മുകളിലും താഴേക്കായിട്ട് കിടക്കുകയാണ്. ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, സാധാരണ ഇങ്ങനെ ഈക്വൽ ടുന്റെ അപ്പുറം ഇപ്പുറം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യും അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക, by3 നേരെ അപ്പുറം പോകുമ്പോൾ എന്താവും, × 3 ആയി. അതായത് x+1 × 3 എന്ന് വരും. അപ്പുറത്ത് y അപ്പുറത്തേക്കും y അപ്പുറം പോകുമ്പോൾ എന്താവും, 1 × y ഇതാവും അല്ലെ. ഇത് നമുക്ക് എന്താ ചെയ്യണ്ടേ, സോൾവ് ചെയ്യാനായിട്ട് എന്താ 3 വേണമെങ്കിൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്തുവരും, 3 × x 3x പ്ലസ് 3 × 1 എന്തായി 3 ഈക്വൽ ടു y എന്ന് കിട്ടി. ഓക്കെ, ഇത് അവിടെ ഇങ്ങനെ നിൽക്കട്ടെ കേട്ടാ, അവിടെ ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളിലേക്ക് പോവാം. രണ്ടാമത്തെ ആളിൽ നോക്കാം, ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോ ഇവിടെ എന്തുവരും, x × 4 എന്നും വരും, 1 × y+1 എന്നും വരും അല്ലെ. അപ്പൊ x × 4 എന്താ 4x, 1 × y+1, 1 × ഏത് സംഖ്യ ചെയ്താലും അത് തന്നെയാ. പിന്നെ ഈ ഉള്ളിലേക്ക് എടുത്ത് വരുന്ന സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. 1 × y+1 അതെന്നെ വന്നു. ഓക്കെ, ഇത് കിട്ടി. ഇനി ഇവിടെ ഓൾറെഡി നമുക്ക് y ഈക്വൽ ടു 3x+3 ഇത് കിടപ്പുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെയും y ഈക്വൽ ടു എന്ന് പറഞ്ഞിരുന്നാം. ഇവിടെ y ഈക്വൽ ടു 3x+3 ആണ്. അപ്പോ ഇവിടെ നമ്മുടെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകും. അതൊരു മെത്തേഡ്, പല മെത്തേഡ് ഉണ്ട്, ഒരു മെത്തേഡാ പറയുന്നത്. അപ്പൊ +1 നേരെ അപ്പുറം പോയപ്പോ എന്ത് വന്നു, 4x - 1 ഈക്വൽ ടു y എന്ന് വന്നു. ഓക്കെ, അപ്പോ ഇവിടെ y എന്ന് പറയുന്നത് 3x+3 കിട്ടി, ഇവിടെ y എന്ന് പറയുന്നത് 4x - 1 കിട്ടി. രണ്ടും y തന്നെയാണല്ലോ, സെയിം ആണല്ലോ. അപ്പൊ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ yയുടെ വാല്യൂ, yക്ക് കിട്ടിയ 4x - 1 എന്നുള്ള വാല്യൂ, അല്ലെങ്കിൽ yക്ക് കിട്ടിയ 3x+3 എന്നുള്ള വാല്യൂ നേരെ ഇട്ട് കൊടുക്കാലോ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് രണ്ടിനെയും കൂടി കൊണ്ടുവരാം. അതായത് ഇപ്പോ 3x+3 ഈക്വൽ ടു ഈ വൈയുടെ വാല്യൂ വേണമെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാം, വൈയുടെ വാല്യൂ 4x - 1 കിട്ടിയിട്ടുണ്ടല്ലോ, അത് നേരെ ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നേരെ ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക,
3x plus 3 equal to 4x minus 1 എന്ന് മാത്രമേ. അതായത് രണ്ട് വേരിയബിൾ എന്നുള്ളത് ഒറ്റ വേരിയബിൾ ആയിട്ട് ചുരുങ്ങി. ഇത് സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വേരിയബിൾ അടങ്ങിയ വേരിയബിൾ ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെ വേരിയബിൾ ഉണ്ട്, നമ്പർ ഉണ്ട്. നമ്മളപ്പോ എന്ത് ചെയ്യാ? ഒരു സൈഡിലേക്ക് മൊത്തം വേരിയബിൾസിലേക്ക് കൊണ്ടുവരാം, മറു സൈഡിലേക്ക് നമ്പേഴ്സിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ട് ഇവിടെ 3x ഉണ്ട്, ഇവിടെ 4x ഉണ്ട്. ഉള്ളതിന് വലുത് 4x അല്ലേ? അപ്പൊ 4xന്റെ അടുത്തേക്ക് നേരെ എന്ത് ചെയ്യുക? 3xനെ മറിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? തിരിച്ചിപ്പുറത്തേക്ക് നമ്പറിനെ മറിക്കുക. അപ്പൊ നേരെ നോക്കിയേ, പ്ലസ് 3x നേരെ ഇവിടേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താവും? -3x ആവും. അതുപോലെ -1 നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താവും? +1 ആവും. ഓക്കെ, അപ്പൊ ഓൾറെഡി ഒരു 3 കിടപ്പുണ്ട് കേട്ടോ. 3 കിടപ്പുണ്ട്. 3യുടെ അടുത്തേക്ക് -1 വരുമ്പോ എന്താവും? 3 + 1 എന്നാവും. ഇനി അപ്പുറത്ത് കിടക്കണ 4x ആ. ആ 4xന്റെ അടുത്തേക്ക് പോണത് ആരാ? 4xന്റെ അടുത്തേക്ക് പോണത് ആരാ? 3x ആ. 4xന്റെ അടുത്തേക്ക് +3x അപ്പുറം പോകുമ്പോ എന്തായി? -3x ആയി. ഓക്കെ, അപ്പൊ 3 + 1 എത്ര കിട്ടി? 4 എന്ന് കിട്ടി. 4x ൽ നിന്ന് 3x കുറച്ചപ്പോ എത്ര കിട്ടി? 1x കിട്ടി. അതായത് x = 4 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. എക്സ് കിട്ടി. ഇനി ആരെ മാത്രമേ കിട്ടാനുള്ളൂ? വൈനെ മാത്രം കിട്ടാനുള്ളൂ. അപ്പൊ വൈനെ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഈക്വേഷൻ ഉണ്ട്. അതിൽ എവിടെ വേണേലും കൊടുക്കാം. ഇപ്പൊ ഇവിടെ y എന്നുള്ളൊരു ഈക്വേഷൻ ഉണ്ട്, ഇവിടെ y എന്നുള്ളൊരു ഈക്വേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തില് എക്സിന്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് y കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാനിപ്പോ ഒന്നാമത്തേൽ കൊടുക്കാം. അതായത് y = 3x + 3 ഞാൻ നേരെ ഈ എക്സ് ഉള്ള സ്ഥാനത്ത് നേരെ എന്ത് കൊടുക്കാൻ പോണ്? എക്സ് കിട്ടി, 4 കിട്ടില്ല, 4 കൊടുക്കാൻ പോണ്. അപ്പൊ എന്തൊരു? y = 3 × 4 + 3. എത്ര കിട്ടി? അപ്പൊ y = 3 × 4 എത്രയാ? 12 + 3 എത്രയാണ്? y = 12 + 3 15. അപ്പൊ എത്ര കിട്ടി? എക്സ് നമുക്ക് 4 കിട്ടി, y നമുക്ക് 50 കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് എ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ എന്തായിരുന്നു ഇതായിരുന്നു ചോദ്യം. അപ്പൊ ഫ്രാക്ഷൻ നമുക്കറിയാം x/y ആണ്. അതിൽ x നമുക്ക് 4ഉം y നമുക്ക് 15 കിട്ടിയാൽ ഫ്രാക്ഷൻ ഏതാ? 4/15 കേട്ടാ. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ 4/15. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഫ്രാക്ഷൻ നമ്മൾ x/y എടുത്തു. അതിൽ ന്യൂമറേറ്റർ x ആണ്, ഡിനോമിനേറ്റർ y ആണ്. ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടി എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. ഇത് 3 ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, y ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 × x + 1 = y × 1 കിട്ടി. അപ്പൊ 3x + 3 = y എന്ന് ആദ്യം കിട്ടി. ഇതുപോലെ രണ്ടാമത്തെ ചെയ്യുമ്പോൾ ഇതിരിങ്ങോടും ക്രോസ് ചെയ്യുമ്പോൾ, അതായത് ഡിനോമിനേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? x/y + 1 = 1/4 വന്നു. അതിനതുപോലെ തന്നെ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഇതിരിങ്ങോട് ക്രോസ് ചെയ്തു. അപ്പൊ x × 4 4x എന്ന് കിട്ടി അല്ലെ? x × 4 നമുക്ക് 4x എന്ന് കിട്ടി. 1 × y + 1 എന്ന് കിട്ടി? y + 1 തന്നെ കിട്ടി. അപ്പൊ അവിടെ നിന്ന് നമ്മൾ y കണ്ടുപിടിക്കാനായിട്ട് 1നെ നേരെ ഇപ്പുറത്തേക്ക് കിട്ടും. എന്തിനാ y കണ്ടുപിടിച്ചേ? ഓൾറെഡി അപ്പുറത്ത് y = 3x + 3 എന്നുള്ള സാധനമുണ്ട്. അപ്പൊ ഈ yക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് y കണ്ടുപിടിച്ച് y = 4x - 1. ഈ 4x - 1 എന്നുള്ളത് എവിടെ ഇട്ട് കൊടുക്കുക? ഇവിടെ y നമുക്ക് അറിയാം, വൈയുടെ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ വൈയുടെ സ്ഥാനത്തേക്ക് 4x - 1 ഇട്ട് കൊടുക്കുമ്പോൾ 3x + 3 = y എന്നുള്ളത് ആ വൈക്ക് പകരം 4x - 1 ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് സോൾവ് ചെയ്തു. -1 ഇപ്പുറത്തേക്ക് എടുക്കുക, +1 ആവും. 3x അപ്പുറത്തേക്ക് എടുക്കുക, അപ്പൊ -3x ആവും. എക്സിന്റെ വാല്യൂ 4 കിട്ടി. അത് നമുക്ക് ഇഷ്ടമുള്ളതിന് കൊടുക്കാം. ഓക്കെ, y = 3x + 1 ആ എക്സിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നേരെ y കിട്ടി. 4/15 ആണ് ഫ്രാക്ഷൻ. ഓക്കെ, ഇതിപ്പോ നമ്മൾ ചെയ്തത് നേരെ എന്താ ചെയ്തേ? വൈയുടെ വാല്യൂ നേരെ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇത് നമ്മൾ പേഴ്സ് ഓഫ് ഈക്വേഷനിലെ വേറൊരു രീതി കൂടി ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. എന്താണ്? x + y എന്നുള്ള ഒരു ഈക്വേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ x y ഉൾപ്പെടുന്ന ഒരു ഈക്വേഷൻ ഉണ്ടാക്കും, x y ഉൾപ്പെടുന്ന രണ്ടാമതൊരു ഈക്വേഷൻ ഉണ്ടാക്കും. എന്നിട്ട് അവ തമ്മിൽ സോൾവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അല്ലെ? വേണമെങ്കിൽ നമുക്ക് ആ മെത്തേഡ് ചെയ്തൂടെ? ആ മെത്തേഡ് നിങ്ങൾക്ക് കാണുന്നത് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാ? ടൈപ്പ് ചെയ്യാം. നമുക്ക് അതുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, ടാറ്റാ.